ഇടുക്കിയിൽ നിന്നൊരു വാർത്തയെത്തുന്നത്. ഇടുക്കിയിൽ ഈ അനന്തകൃഷ്ണന്റെ വീട്ടിലും ഇഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം റിനു ശ്രീധറുണ്ട്, സുനിഷ അയ്യല്ലൂരുണ്ട്, കൊച്ചിയിൽ നിന്നും സൈഫുനീസയും നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്, തൊടുപുഴയിൽ നിന്നും. സന്ദീപ് രാജാക്കാട്, തൊടുപുഴയിൽ വീട്ടിലും അനന്തകൃഷ്ണന്റെ വീട്ടിലും ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണോ? അനന്തകൃഷ്ണന്റെ വീട് തുറന്നു കൊടുത്തത് സഹോദരി ഭർത്താവാണെന്ന് കേട്ടു. ഈ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്നൊക്കെ രേഖകൾ ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ടാകുമല്ലോ സന്ദീപ്? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ഈ രേഖകളും മറ്റും മാറ്റിയതായിട്ടുള്ള വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ ഒപ്പം തന്നെ എല്ലായിടത്തും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധനയ്ക്കായി ഇഡി ഈ പോളപ്പറയിലെ ഇയാളുടെ വീട്ടിലേക്ക്, അനന്തകൃഷ്ണന്റെ വീട്ടിലേക്കും ഒപ്പം തന്നെ ഇതിനോട് ചേർന്നുള്ള ഓഫീസിലും പരിശോധന നടത്തുന്നത്. ഓഫീസിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ വീട്ടിൽ നേരത്തെ തന്നെ ആളുണ്ടായിരുന്നില്ല, അവരെല്ലാവരും മറ്റൊരു ഇടത്തേക്ക് മാറിയിരുന്നു. അപ്പോൾ ഇഡി എത്തിയതറിഞ്ഞ ഈ അനന്തകൃഷ്ണന്റെ സഹോദരി ഭർത്താവാണ് എത്തി വീട് തുറന്നു നൽകിയത്. എന്തായിരുന്നാലും അവിടെയും വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസിലെ പരിശോധന പൂർത്തിയാക്കി അതിനുശേഷം ഇപ്പോൾ വീട്ടിലാണ് പൂർണ്ണമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. നമുക്കിപ്പോൾ അവിടെ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന സോഷ്യൽ ബി വെഞ്ചേഴ്സിൽ ഇപ്പോൾ തുടരുകയാണ് കൊച്ചിയിൽ. സൈഫുനീസ, SP മടങ്ങിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ സോഷ്യൽ ബി വെഞ്ചേഴ്സിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അരുൺകുമാർ, പരിശോധന തുടരുകയാണ്. ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന പനമ്പള്ളി നഗറിലെ സ്ഥാപനത്തിലാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ SP സോജൻ ഇവിടെ എത്തി പരിശോധന നടക്കുകയും അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. നേരത്തെ നടത്തിയ പരിശോധനകളുടെ തുടർച്ച എന്നാണ് SP പറയുന്നത്. എങ്കിൽ പോലും അനന്തകൃഷ്ണനെ ഇന്നലെയാണ് ഈ ക്രൈംബ്രാഞ്ച് ആദ്യമായി കസ്റ്റഡിയിൽ വാങ്ങിയത്. ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് വീണ്ടും പരിശോധനയ്ക്കായി ഈ പനമ്പള്ളി നഗറിലെ ഓഫീസിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം 2 തവണ ഈ പനമ്പള്ളി നഗറിലെ ഓഫീസിൽ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും കിട്ടാത്ത പുതിയ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ അനന്തകൃഷ്ണന്റെ പുതിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഇതിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനമാണ് ഈ തട്ടിപ്പിന്റെയൊക്കെ പ്രധാന കേന്ദ്രം എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെയും നിഗമനം. കാരണം പല ഈ അനന്തകൃഷ്ണന്റെ ഓഫീസാണ് ഇത്. പല രേഖകളും ഇവിടെ നിന്നാണ് പിടിച്ചെടുക്കാനും കഴിഞ്ഞിരുന്നത്. ഈ പോലീസിന്റെ കേസ് ഡയറി അടക്കം പരിശോധിച്ചപ്പോൾ അതിനിർണായകമായ രേഖകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത് ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ്. ഈ സ്ഥാപനത്തിൽ പ്രധാനമായും ഈ പണം ഇടപാട് നടത്തിയ സൊസൈറ്റിയുമായി ഉണ്ടാക്കിയ കരാറുകളുടെ രേഖകളാണ് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചിരിക്കുന്നത്. ആ രേഖകളാണ് ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അനന്തകൃഷ്ണനെ ഈ സ്ഥാപനത്തിൽ എത്തിച്ചുള്ള ഒരു തെളിവെടുപ്പ് ഇന്ന് ഉണ്ടാകില്ല. അനന്തകൃഷ്ണനെ നാളെ വൈകിട്ട് വരെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നേരിട്ട് അനന്തകൃഷ്ണനെ തെളിവെടുപ്പിന് കൊണ്ടുപോയി സമയം കളയാതെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് അറിയുന്നത്. എന്തായാലും ഒരേ സമയം ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയും ഇഡിയുടെ റെയ്ഡുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുനിഷ അയ്യല്ലൂർ കൂടി നമുക്കൊപ്പം ചേരുന്നു, തിരുവനന്തപുരത്ത് നിന്നും. സുനിഷ അയ്യല്ലൂർ, സായിഗ്രാമിലെ പരിശോധന പൂർത്തിയായോ? നിലവിൽ പരിശോധന പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ 2.5 മണിക്കൂറായി ഇതാ ആനന്ദകുമാറിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ഈ ശാസ്തമംഗലത്തുള്ള സായിഗ്രാമിൻ്റെ ഓഫീസുകളിലുമായി പരിശോധന തുടരുകയാണ് എന്നതാണ്. പ്രധാനമായും നേരത്തെ അനന്തകൃഷ്ണൻ പറഞ്ഞത് പ്രകാരം 10 ലക്ഷം രൂപ വീതം ആനന്ദകുമാറിന് പ്രതിമാസം നൽകിയിരുന്നു എന്നതാണ് അനന്തകൃഷ്ണൻ്റെ മൊഴിയിൽ പറയുന്നത്. അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതാണ്. പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് വിധേനയാണ് ഇവർ പണം കൈമാറിയിട്ടുള്ളത്, അത് ഏതൊക്കെ രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഡിജിറ്റലായാണ് പണമിടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധന തന്നെയാണ് നിലവിൽ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് 7 മണി തൊട്ട് തന്നെ ആനന്ദകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. സമാന്തരമായി തന്നെ തൊട്ടടുത്തുള്ള ഈ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസുകളിലും പരിശോധന നടത്തുന്നുണ്ട് എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്നത് പോലെ ഹവാല ഇടപാടുകളോ കള്ളപ്പണം ഈ വെളുപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി പരിശോധിക്കുമെന്നത് തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ അനന്തകൃഷ്ണൻ എങ്ങനെയാണോ ഈ തട്ടിപ്പിൽ ബന്ധമുള്ളത് അതേ രീതിയിൽ തന്നെ ആനന്ദകുമാറും തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ട് എന്നത് തന്നെയാണ് കണ്ടെത്തൽ. നേരത്തെ തന്നെ ഇഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന നടത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിന് തെളിവാകുന്ന വിവരങ്ങൾ ലഭിക്കുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. തോന്നയ്ക്കലിലുള്ള സായിഗ്രാമിന്റെ ഓഫീസിലും ഇപ്പോൾ റെയ്ഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റഹീസ് റഷീദ് അവിടെയുണ്ട്. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, തോന്നയ്ക്കലിലുള്ള സായിഗ്രാമിന്റെ ഓഫീസിലും ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് തുടരുകയാണ്.
ED ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് ഇതിനകത്ത് തുടരുകയാണ്. ഇതാണ് ഈ സായി ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഹെഡ് ഓഫീസ്. മറ്റേ ശാസ്തമംഗലത്തിലുള്ളത് ചെറിയൊരു ഓഫീസാണ്. ഇതിനകത്ത് കോളേജ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു സ്ഥലമാണ്. രാവിലെ തന്നെ ED ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. 4 പേരാണ് ഇവിടെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനകത്തേക്ക് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കില്ല. ഗേറ്റിന് പുറത്ത് മാത്രമാണ് നിൽക്കാൻ സാധിക്കുക. ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ 4 പേരാണ് ED ഉദ്യോഗസ്ഥർ എത്തിയത്. കൊച്ചി സോണൽ ഓഫീസിൽ നിന്നുള്ള ആളുകളാണ്. അവരെത്തിയ ഉടൻ തന്നെ EDയുടെ റെയ്ഡ് നടക്കുകയാണ് എന്ന് അറിയിച്ചു. എന്നിട്ട് മറ്റു നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നു എന്നാണ് ഇവിടെ ഇതിനകത്തുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ EDയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പാതിവില തട്ടിപ്പിൽ അനന്തകൃഷ്ണനേക്കാൾ മാസ്റ്റർ ബ്രെയിൻ ആനന്ദകുമാറാണ് എന്നൊരു വിലയിരുത്തൽ കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനന്ദകുമാറിലേക്ക് കൂടി അന്വേഷണം നീട്ടിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂർ കോടതിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആനന്ദകുമാറാണ് എന്നതായിരുന്നു പോലീസ് പറഞ്ഞത്. വുമൺ ഓൺ വീൽ എന്ന ആ പദ്ധതിക്ക് പേരിട്ടത് പോലും ആനന്ദകുമാറാണ് എന്ന തരത്തിലാണ് പോലീസിൻ്റെ റിപ്പോർട്ടുകളും മറ്റും ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ അനന്തകൃഷ്ണൻ്റെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം. കോടികളുടെ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നോ എന്ന് നോക്കണം. ഇന്നത്തെ ഒരു പ്രത്യേകത, ആനന്ദകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം കോടതി പരിഗണിക്കുന്ന ദിവസം കൂടിയാണെന്ന്. ഇന്നൊരു പക്ഷേ അതിനകത്തൊരു വിധി കൂടി പറയുന്ന ഒരു ദിവസമാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. പക്ഷേ സായി ഗ്രാമിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അനന്തകൃഷ്ണൻ ആനന്ദകുമാറിനെ പെടുത്തിക്കളഞ്ഞതാണ്, അല്ലാതെ ആനന്ദകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപാടും ഇല്ല എന്നാണ്. പക്ഷേ കോടികളുടെ ഇടപാട് ഈ സായി ഗ്രാമം വഴി നടന്നിട്ടുണ്ട്, ആനന്ദകുമാർ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED റെയ്ഡ് തുടരുന്നത്. ഓക്കെ, തോന്നയ്ക്കലുള്ള ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിലും ഇപ്പോൾ EDയുടെ അന്വേഷണ സംഘം റെയ്ഡ് തുടരുകയാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. വിവിധ ഇടങ്ങളിൽ ഒരേ സമയം തന്നെ റെയ്ഡ് തുടരുന്നതിന്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.